ചില ആൾക്കാർ മറന്നു പോകുന്ന ഒരു വിഷയം എത്തിക്കാഫായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ പുണ്യമാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ നിയ്യത്ത് വെക്കാൻ മറക്കുന്ന ആൾക്കാർ, ഇപ്പം എത്തിക്കാഫിന് നിയ്യത്ത് അനിവാര്യമാണ്. നിയ്യത്തില്ലാതെ ഏതൊരു കർമ്മം ചെയ്യൂല, അള്ളാഹു സ്വീകരിക്കില്ല. അപ്പം എത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്കാർ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നേരത്തെ മുസലൈ പറഞ്ഞ മാതിരി തന്നെ മുഴുവൻ സമയം പറ്റുന്നില്ല, ഏത് സമയമാണോ പറ്റുന്നത് ആ സമയത്ത് അവർക്ക് നിയ്യത്തുണ്ടായിരിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ എത്തിക്കാഫ് ഇരിക്കേണ്ടത് എവിടെയാണെന്നുള്ള ഒരു ചർച്ച ഉണ്ട്. എത്തിക്കാഫ് ഇരിക്കേണ്ടത് പള്ളിയിലാണ്. സാധാരണ ഈ പുരോഹിതന്മാർ പറയാറുണ്ട്, കൈൻ്റെ ഇവിടുന്ന് ഇങ്ങനെ ഒരു രോമൊക്കെ ഉണ്ടായി, പള്ളിയിൽ നിന്നൊരു മരം മുളച്ച് ആ മരത്തിൻ്റെ കൊമ്പും വരുന്നാൽ എത്തിക്കാഫ് സ്വീകരിക്കോ എന്നൊക്കെ ചർച്ച ഉണ്ട്. നമ്മൾ അത്തരം കാട് കയറിയ ചർച്ചകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വിശദമായി പറഞ്ഞതെന്ന് വെച്ചാൽ പള്ളികളിലാണ് എന്ത് ചെയ്യേണ്ടത്, എത്തിക്കാഫ് ഇരിക്കേണ്ടത്. അത് എത്തിക്കാഫ് ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ പ്രത്യേകം പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞു, ജമാഅത്ത് നമസ്കാരമുള്ള പള്ളികളിൽ എത്തിക്കാഫ് ഇരിക്കുന്നതാണ്. ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കാരണം ജമാഅത്തൊരു പുരുഷന് നിർബന്ധമാണ്. അപ്പോൾ ജമാഅത്ത് നിസ്കാരം ഇല്ലാത്ത പള്ളിയിൽ ഇരുന്നാലും അവൻ എന്ത് ചെയ്യണം, അവന് ജമാഅത്ത് നിസ്കാരം കിട്ടൂല. അതുകൊണ്ടാണ് ഫുഖാക്കൾ എന്ത് ചെയ്യുന്നത്, ജമാഅത്തുള്ള പള്ളിയിൽ തന്നെ ഇരിക്കണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞത്. പിന്നെ വലിയ അശുദ്ധിയുള്ള ആൾക്കാർ, ഇപ്പോൾ ജനാപത്തുകാരന്, അതേപോലെ തന്നെ ഹൈലും നിഫാസുള്ള ആൾക്കാർ, അവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവർ എത്തിക്കാഫ് ഇരിക്കാൻ പാടില്ല. അത് പ്രത്യേകമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. പിന്നെ എത്തിക്കാഫിന് നോമ്പെന്തല്ല, ഷർത്തല്ല. എത്തിക്കാഫിന് നോമ്പ് ഷർത്തല്ല. എന്നാൽ റമദാനിൽ ഒരാൾ നോമ്പ് നോക്കൽ എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ അതിനർത്ഥം റമദാൻ അല്ലാത്ത കാലത്ത് എന്തുണ്ട്, എത്തിക്കാഫ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ റമദാനിൻ്റെ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളികൾ പ്രത്യേകമായിട്ട് ഇരുന്നു. ഖുർആൻ ധാരാളം ഓതി, ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു ഖുർആൻ ഓതി കൊടുത്തു. ഇതൊക്കെ ഹദീസുകൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഇമാം സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, ഈ കാലഘട്ടത്തിലെ ആൾക്കാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ എത്തിക്കാഫിനെ എത്ര അവഗണനയോടുകൂടിയാണ് കാണുന്നത് എന്ന് സൂചിപ്പിച്ചാണ് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്ന കുറേ സുന്നത്തുകളുണ്ട്, അതൊക്കെ നബി ചില സമയങ്ങളിലൊക്കെ ഒഴിവാക്കിയതാണ്, ചിലപ്പോൾ നമ്മൾ ചെയ്തതാണ്. പക്ഷേ എത്തിക്കാഫിൻ്റെ പ്രത്യേകത, നേരത്തെ മുസലായി ഉദ്ധരിച്ച ഹദീസ് തന്നെ ഉള്ള എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും ഒഴിവാക്കാത്ത സുന്നത്താണെന്ത്, റമദാൻ്റെ അവസാനത്തെ 10 എത്തിക്കാഫ് ഇരിക്കുക എന്നുള്ളത്. എന്നും ചെയ്തിട്ടുണ്ട്, നബി അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളായ ആൾക്കാരൊക്കെ, ഇപ്പോൾ മുതിർന്ന ആളുകളൊക്കെ എപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ പോയിക്കും. മുതിർന്ന ആളുകൾ മാഷാ അല്ലാഹ് അവർ പള്ളിയിൽ ആ പ്രായവും ഒക്കെ ഉണ്ടായിട്ടും അവർ പള്ളികളിലുണ്ട്, അവർ നിസ്കരിക്കാനും മറ്റൊക്കെ അവർ തയ്യാറാകുന്നുണ്ട്. പക്ഷേ യുവാക്കളായ ആളുകൾ ഇങ്ങനെ ദീനിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എല്ലാവരും നല്ല കുറേ ആളുകൾ അകന്നു പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റം വരണം. യുവാക്കളൊക്കെ പള്ളികളുമായി ബന്ധപ്പെടുന്ന, പള്ളികളിൽ എത്തിക്കാഫ് ഇരിക്കുന്ന, രാത്രി നമസ്കാരത്തിന് പങ്കെടുക്കുന്ന ഒരവസ്ഥയാണ് എന്ത് ചെയ്യേണ്ടത്. ആ ഒരു ഈമാനികമായ വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എത്തിക്കാഫിലൂടെ അതിന് സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.